നാദൃശയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട്. അനേക നാളുകളുടെ ക്രൈസ്തവരുടെ വേദനയ്ക്ക് ഒരു ആശ്വാസമാണ് നാദൃശയുടെ ഈശോ എന്ന സിനിമ. ക്രൈസ്തവരെ ഒരുപോലെ ഉണർത്തിയ ഒരു കാലഘട്ടം വേറെ ഉണ്ടായിട്ടില്ല. ഈശോ എന്ന സിനിമയിലൂടെ അനേക ക്രൈസ്തവര് എടുത്ത തീരുമാനം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയുള്ള നാളുകളിൽ ക്രൈസ്തവ വിരുദ്ധ വിശ്വാസവിരുദ്ധ സിനിമകൾ ഇറക്കുമ്പോൾ അത് കാണുകയില്ല എന്ന് ഒരുപോലെ തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ക്രൈസ്തവ വിരുദ്ധ സിനിമകളിൽ അഭിനയിക്കുന്ന വ്യക്തികളുടെ നല്ല സിനിമകൾ പോലും കാണില്ല എന്ന് അനേകർ തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു. ഒരു കാലഘട്ടത്തിൽ സിനിമ ഹറാമായിരുന്നവർ ഈ കാലഘട്ടത്തിൽ സിനിമയെ പൂർണ്ണമായും വഹിച്ചുകൊണ്ട് ക്രൈസ്തവ വിരുദ്ധ സിനിമകൾ ഇറക്കി വിശ്വാസത്തിന് വ്രണമേൽപ്പിക്കുകയായിരുന്നു. ഒരുപാട് നാളുകളായിട്ട് സിനിമകൾ കണ്ടുകൊണ്ട് വേദനയോടുകൂടെയാണ് സിനിമാ തിയേറ്റർ വിട്ട് അനേക വിശ്വാസികൾ ഇറങ്ങിയിട്ടുള്ളത്. ക്രൈസ്തവരെ സംബന്ധിച്ച് സിനിമകളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് പലപ്പോഴും പോയിരുന്നത്. അതിൻ്റെ കാരണം ക്രൈസ്തവ വിരുദ്ധ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന വിധത്തിലുള്ള സിനിമകളിൽ അഭിനയിക്കുന്നവർ മിക്കതും ക്രൈസ്തവരായിരുന്നു. ഏറ്റവും പരിശുദ്ധമായി കരുതുന്ന കുർബാന ബലിയർപ്പണങ്ങളും വിശുദ്ധമെന്ന് കരുതുന്ന കൂദാശകളെയും വളരെ മോശമായി ചിത്രീകരിക്കുന്ന സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളവർ മിക്കതും ക്രൈസ്തവരാണെന്നുള്ളതാണ് ഞങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളത്. അതിൽ അഭിനയിച്ചവരാരും അറിഞ്ഞു കാണത്തില്ല ബോധപൂർവം ഒരു സമൂഹം ക്രൈസ്തവ വിശ്വാസത്തെ ഇല്ലാതാക്കുവാനും അതിനെ മുറിപ്പെടുത്തുവാനും വേണ്ടി ഇറക്കുന്നതാണെന്ന് അവർ അറിഞ്ഞു കാണത്തില്ല. പിതാവിനും പുത്രനും എന്നുള്ള ഒരു സിനിമ ഇറക്കിയതിൽ അഭിനയിച്ചത് ഹണി റോസ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയായിരുന്നു. അത് പിന്നീട് അക്വേറിയം എന്നുള്ളൊരു പേര് മാറ്റിയിട്ട് അത് ഇറക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ സന്യസ്തർ സ്റ്റേ ചെയ്ത് അതിനെ ഇല്ലാതാക്കി കളഞ്ഞു. സന്യാസത്തെ വളരെ മോശമായി ചിത്രീകരിച്ചു. അനേക സന്യസ്തരുടെ ഹൃദയത്തിൽ ആഴമായ മുറിവുകളിലേക്ക് നയിച്ച സിനിമയിൽ അഭിനയിച്ചത് ഒരു ക്രൈസ്തവ പെൺകുട്ടിയാണെന്നുള്ളതാണ് വേദനകരമെന്ന് പറയുന്നത്. റോമൻസ് എന്ന സിനിമയിലൂടെയും വിശുദ്ധൻ എന്ന സിനിമയിലൂടെയും അഭിനയിച്ച് ഞങ്ങൾ ക്രൈസ്തവരായ വിശ്വാസികൾ വിശുദ്ധമെന്ന് വരുന്ന കുമ്പസാരക്കൂടിനെയും പരിശുദ്ധമായ അൾത്താരയുടെ മുമ്പിൽ വൈദികനല്ലാതെ നിന്നിട്ടും കുമ്പസാരക്കൂട്ടിലും ബലിയർപ്പണ വേദികളിലും കടന്ന് അഭിനയിച്ചത് കുഞ്ചാക്ക ബോബനാണെന്നുള്ള യാഥാർത്ഥ്യവും കൂടെ ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അത് ഞങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു. പക്ഷേ ഈ കുഞ്ചാക്ക ബോബനും അറിഞ്ഞു കാണില്ല എന്നാണോ എൻ്റെ വിശ്വാസം. കാരണം ഒരു സമൂഹം ക്രൈസ്തവ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ക്രൈസ്തവ കലാകാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ക്രൈസ്തവരുടെ കൂദാശകളെയും വിശ്വാസത്തെയും വ്രണപ്പെടുത്തിയപ്പോൾ അന്ന് അത് കണ്ടുകൊണ്ട് ആ ഫിലിമുകൾ കണ്ടുകൊണ്ടിറങ്ങിയ അനേകരുടെ ഹൃദയങ്ങളിൽ വലിയ വേദനയാണ്. സാധാരണ ഒരു സിനിമകൾ കണ്ടുകൊണ്ട് ഇറങ്ങുമ്പോൾ മനസ്സിന് ഒത്തിരി സന്തോഷവും ഒത്തിരി കുളിർമയും തരേണ്ടതാണ്. എന്നാൽ അനേക നാളുകളിലായിട്ട് അനേക ക്രൈസ്തവ മക്കളുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു പിടച്ചിലും വേദനയുമായിരുന്നു. എന്നാൽ ഇന്നിതാ അതിന് ഒരു ഉത്തരം കിട്ടിയിരിക്കുകയാണ് ഈശോ എന്ന സിനിമയിലൂടെ. പ്രിയപ്പെട്ട നാദൃശ, ഒരിക്കൽ കൂടെ താങ്കൾക്ക് നന്ദി പറയുകയാണ്. കലാകാരന്മാരുടെ പ്രത്യേകമായ ശ്രദ്ധയ്ക്ക് പറയേണ്ടതാണ്. ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവരും ഹിന്ദുക്കളുമാണ് സിനിമയെയും ആ മേഖലകളെയും സ്നേഹിച്ചിരുന്നത്. സിനിമകളെ പിടിച്ചു നിർത്തിയതും വിജയിപ്പിച്ചതും അവരായിരുന്നു. മറ്റൊരു സമൂഹം സിനിമകളെ ഹറാമായി കണ്ടുകൊണ്ട് അവരുടെ വിശ്വാസം സൂക്ഷിക്കാൻ വേണ്ടി അനേകർ സിനിമ കാണുവാൻ തിയേറ്ററിൽ പോലും വരില്ലായിരുന്നു. എങ്കിൽ അനേക സിനിമകളുടെ വിജയം ക്രൈസ്തവരായിരുന്നു എന്നുള്ള കാര്യവും കലാകാരന്മാർ മറന്നുപോയി. കലാകാരന്മാരെ ചേർത്ത് പിടിച്ച ആവേലച്ചൻ മുതൽ അതുപോലെ മറ്റ് അനേക വൈദികർ, ദേവാലയങ്ങളും സഭയുടെ സ്ഥാപനങ്ങളും സന്യസ്തരും സഭയുടെ സ്ഥാപനങ്ങളും വിട്ടുതന്നത് സിനിമയോടുള്ള സ്നേഹം കൊണ്ടാണ്. സമൂഹത്തിൽ ഒരുപാട് നന്മകൾ ഈ പറയുന്ന വൈദികരും സഭയും ആഗ്രഹിച്ചു. എന്നാൽ നിങ്ങളോ വളർത്തിയവരെ ചവിട്ടി പരിക്കേൽപ്പിച്ചിരിക്കുകയാണോ? അത് അനേക വിശ്വാസികളുടെ ഹൃദയത്തിൽ മുറിവേറ്റിരുന്നു. എന്നാൽ നാദൃശയിലൂടെ ഒന്ന് മാറി ചിന്തിക്കുവാൻ ഞങ്ങളെ സഹായിച്ചിരിക്കുകയാണ്. അതിനാൽ ഇനി ഞങ്ങളുടെ സഭയുടെ സ്ഥാപനങ്ങൾ ഇതുപോലുള്ള സിനിമകൾ പിടിക്കുവാൻ വിട്ടുതരില്ല എന്നാണ് അനേക വിശ്വാസികൾ പറയുന്നത്. ഏതെങ്കിലും
അധികാരികൾ സഭയുടെ ദേവാലയങ്ങൾ വിട്ടുതന്നാൽ സഭാവിശ്വാസികൾ ഒന്നു ചേർന്ന് പ്രതികരിക്കുവാനും കൂടെ തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അതുപോലുള്ള സിനിമകളിൽ അഭിനയിക്കുന്ന നടന്മാരുടെ സിനിമകൾ ഒരുപോലെ ബഹിഷ്കരിക്കുവാനും ഞങ്ങളിതാ സന്നദ്ധരായിരിക്കുകയാണ്. അതിനാൽ നാദർശ ഒരിക്കൽ കൂടെ താങ്കൾക്ക് ഈശോ എന്ന സിനിമയിലൂടെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തി തന്നതിനെ ഓർത്തും ക്രൈസ്തവരെ ഉണർത്തിയതിനെ ഓർത്തും ഒരുപാട് നന്ദി. താങ്ക് യു.